ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ മെക്കാനിക്കൽ വർക്കിൻ്റെ ഒരു വീഡിയോ അല്ല, വർക്ക്ഷോപ്പിൻ്റെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു മാസമായിട്ട് ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറെക്കുറെ അപ്ഡേഷൻ വർക്കുകൾ, പെയിൻറ്റിങ്ങിൻ്റെ ബൂത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഷെഡ് അങ്ങനെയുള്ള ബാക്കിലേക്കും കുറേ അപ്ഡേഷനുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഒരു മാസമായിട്ട് വർക്കുകൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടിങ്കറാണെങ്കിലും പെയിൻറ്റിങ്ങൾ മെക്കാനിക് സെക്ഷൻ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ടിങ്കറിങ്ങിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും വർക്ക് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ ഫുൾ വർക്ക് നടക്കുന്നതുകൊണ്ട് വണ്ടികളൊന്നും ഒരു ഭാഗത്തിട്ട് ചെയ്യാനായിട്ട് നമുക്കത് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഏകദേശം ഒരാഴ്ച ആയിട്ടാണ് ഇപ്പോൾ വർക്കുകൾ ഫുള്ളായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ കോളേജ് തന്നെയാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. എല്ലാം പുറത്തുനിന്നുള്ള വണ്ടികളാണ്. പിന്നെ ലോക്കൽ വണ്ടികൾ മെക്കാനിക്കൽ വർക്കും സർവീസ് വർക്കുകളും വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്, അസ്കൃക്കാട വണ്ടി. ഫുള്ള് മെക്കാനിക്കൽ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ കുറേ മോഡിഫിക്കേഷൻ വർക്കുകളുണ്ട്. ഇതിൽ വീലാർസുകൾ, അതുപോലെ തന്നെ വീലാർസിൻ്റെ ബീഡിങ്ങുകൾ, അങ്ങനെയുള്ള എല്ലാ വർക്കും ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല്, ബോണറ്റിൻ്റെ ക്രോമ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. മോഡിഫിക്കേഷൻ വർക്ക് ഉണ്ട്, ഫുള്ള് വർക്ക്. അതുപോലെ തന്നെ നമുക്ക് മെക്കാനിക്കലാണെന്നുണ്ടെങ്കിലും ടിങ്കറാണെങ്കിലും പെയിൻറ്റിങ്ങാണെങ്കിലും എല്ലാ വർക്കും നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിനകത്ത് വീലിട്ടിരിക്കുന്നത് 16 സൈസാണ്. മാക്സിമം നമുക്ക് കോളേജിനൊക്കെ 15 സൈസ് ഇടുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് വീൽ ബേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീലും ബാക്കിലും ഫ്രണ്ടിലും ഭയങ്കര ഗ്യാപ്പ് കുറവാണ്. 16 സൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മുട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൾട്ടർ ചെയ്തിട്ട് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കളയേണ്ടി വരും. 15 സൈസ് ഇട്ടാലും ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം 15 സൈസ് ഇടുക. അതിൻ്റെ മേലേക്ക് കയറ്റുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാക്ക് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബാക്കിലും ഫ്രണ്ടിലും മുട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 15 സൈസ് മാക്സിമം ഇടാൻ നോക്കുക. പിന്നെ ഇതിൽ ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്, പക്കയായിട്ടാണ് വന്നിരിക്കുന്ന വണ്ടി. സീറ്റുകൾ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ എന്നെ ഏകദേശം ഒരു 4 മാസം മുന്നേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോഴാണ് വണ്ടി കൊണ്ടുവന്നതെന്ന് തന്നെ. ഇതിൽ പിന്നെ വേറെ ഡോർ പാഡുകളൊക്കെ മാറ്റണം. ഡോർ പാഡ് മാറ്റിയിട്ട് നമ്മുടെ മോഡലിൽ ഡോർ പാഡുകൾ ഇടണം. അങ്ങനെയുള്ള കുറേ വർക്കുകളുണ്ട്. എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വർക്ക് ക്ലച്ച് സെറ്റ് മാറണം, പിന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിങ് മാറണം. ഫ്രണ്ടിൽ വീൽ ബെയറിങ് മാറി വണ്ടി കയറ്റി, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ്, സ്റ്റിയറിംഗ് യോക്ക്, സ്റ്റാർ ജോയിൻറ്റ്, പിന്നെ ബെൽറ്റുകളെല്ലാം മാറ്റണം. ഇത്രയും വർക്കാണ് ഇതിനകത്ത് മെക്കാനിക്കൽ വർക്കുള്ളത്. പിന്നെ ഒക്കെ അക്സറീസും അങ്ങനെയുള്ള വർക്കുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അടുത്തതായിട്ട് വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ KL 13L 2232. ഇത് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. റാഫിക്കട വണ്ടിയാണ്. ഇതും നമുക്ക് കളർ ചേഞ്ചിങ് ഉണ്ട്. വണ്ടി കളർ മാറ്റണം, ഗ്രീനിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് വർക്ക് A to Z വർക്ക് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് ബേസ് മോഡൽ വണ്ടിയാണ്. ഇതിൽ നമുക്ക് സെൻട്രൽ AC കയറ്റണം, പവർ വിൻഡോ കയറ്റണം, സെൻട്രൽ ലോക്ക് കയറ്റണം. അങ്ങനെയുള്ള എല്ലാ വർക്കും ഇതിനകത്തുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് വന്നിട്ട് നമുക്ക് സിംഗിൾ സീറ്റാക്കി മാറ്റണം. ബാക്ക് സീറ്റ് അങ്ങനെ വെച്ചിട്ട് സിംഗിൾ സീറ്റ് ആക്കിയിട്ട് അപ്പോൾസറി വർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള വർക്കുകൾ പയ്യെ അതിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL 24B 6611 വണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് കുന്നംകുളത്തു നിന്നുള്ള വണ്ടിയാണ്. ഇതും കംപ്ലീറ്റ് വർക്കാണ്. മെക്കാനിക്കൽ വർക്കാണെങ്കിലും ശരി, പിന്നെ പാച്ച് വർക്ക്, പെയിൻറ്റിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. കംപ്ലീറ്റ് വർക്കുണ്ട്. ഇതിൽ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് ഉണ്ട്. അങ്ങനെയുള്ള കംപ്ലീറ്റ് വർക്കും A to Z വർക്ക് നമ്മുടെ വണ്ടികളുടെ സെയിം സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഡോറ്, ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. കുറേ കാലം നിർത്തിയിട്ടത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഡെയിലി യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്കയായിരിക്കും. അതുപോലെ തന്നെ ഡോർ പാഡ്, സീറ്റ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഇതുപോലുള്ള ഡോർ പാഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനി വരുന്ന ഡോർ പാഡ് ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല. നമുക്ക് ഈ ബീഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് സീറ്റാവും. പിന്നെ റെക്സിൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡോർ പാഡുമേ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഫ്രണ്ട് 2 ഡോറിലെയും ഈ ബീഡിങ് കറക്റ്റായിട്ട് സെറ്റാവില്ല. പിന്നെ നമ്മളത് ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ട് വേണം ഇതിന് ഇടാനായിട്ട്. അങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗ്ലാസ് കയറ്റുമ്പോഴും നോക്കുമ്പോൾ ചിലപ്പോൾ അടർന്ന് വരാനും സാധ്യത ഉണ്ട്.
പിന്നെ റെസ്റ്റ് ഏകദേശം നല്ലോണം അവിടെ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. കുട്ടപ്പനാക്കി കൊടുക്കണം. വണ്ടി കുന്നംകുളം വണ്ടിയാണ്. മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പാർട്സുകളെല്ലാം ഏകദേശം എത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇനി കുറേ സാധനങ്ങൾ എല്ലാം ഇതിൽ വരുന്ന എല്ലാ ലൈറ്റുകളും അതുപോലെ തന്നെ ഗ്രില്ല്, ഫ്രണ്ട് ഗ്രില്ല് എല്ലാം നമുക്ക് ഓയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്താൽ ഏകദേശം ഒരു 12 to 15 ദിവസമാണ് കണക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴത്തേക്കും മെക്കാനിക്കൽ വർക്ക് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നേരത്തെ വന്ന വണ്ടികളാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായി വന്നിട്ട് 4 മാസം 5 മാസം എന്ന് പറഞ്ഞു പോയിട്ട് വന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് തുടക്കത്തിൽ നമുക്ക് മാൻ പവർ കുറവായിരുന്നു. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ പണികൾ അപ്ഡേഷൻ ചെയ്യേണ്ടി വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ കയറുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സ്ഥല സൗകര്യം ഇട്ട് പണിയാനുള്ള സൗകര്യം ഒക്കെ കൂടി കുറഞ്ഞപ്പം ആകെ മൊത്തത്തിൽ ടെൻഷനായി. പിന്നെ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാണിക്കാം, കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് സെക്ഷനും ടിങ്കർ സെക്ഷനും എല്ലാം ഇപ്പോൾ എല്ലാ വർക്കും സ്പീഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത വണ്ടികൾ നമുക്ക് അതുപോലെ തന്നെ സ്പീഡായിട്ട് ചെയ്യാനും പറ്റും. ഇതെന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് വന്ന വണ്ടിയാണ്. മൂന്നാറിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഇതിൽ കംപ്ലീറ്റ് വർക്ക് ഉണ്ട്. എൻജിൻ വർക്ക്, അതുപോലെ തന്നെ കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക്, പിന്നെ ബോഡി വർക്ക്, കംപ്ലീറ്റ് A to Z വർക്കാണ്. നമുക്ക് വരുന്ന എല്ലാ വണ്ടികളും A to Z വർക്കാണ് കേട്ടോ. ചില വണ്ടികൾ മാത്രമേ മെക്കാനിക്കൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് മാത്രം, ടിങ്കർ മാത്രം അങ്ങനെ വരുള്ളൂ. ബാക്കി എല്ലാ വർക്കും വരുന്നത് നമുക്ക് കംപ്ലീറ്റ് A to Z ഒരു വണ്ടി കൊണ്ടുവന്ന് തന്നിട്ട് എല്ലാ വർക്കും ചെയ്ത് നീറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ്. അപ്പോൾ ഇതിൽ എൻജിൻ വർക്ക് ഉണ്ടായിരുന്നു. എൻജിൻ വർക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. മെക്കാനിക്കൽ വർക്കും ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, പിന്നെ അതുപോലെ റേഡിയേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടും വൈറ്റ് സ്മോക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, പൊല്യൂഷനും കിട്ടുന്നില്ല. അവർ കംപ്ലൈൻറ്റ് കൊണ്ടാണ് വന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന ഒന്നുകൂടെ നമുക്ക് ഇൻറ്റീരിയലും എല്ലാം ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിനകത്ത് ആക്സസറീസ് ഒരുപാട് വർക്കുണ്ട്. ഒക്കെ ആക്കി നമുക്ക് പക്കായിട്ട് കുട്ടപ്പനാക്കി കൊടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TN വണ്ടി, തമിഴ്നാട് വണ്ടിയാണ്. തമിഴ്നാട് നൈറ്റ് മണ്ണാർക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്ക് സ്റ്റേറ്റ് ഏതാണെന്ന് അറിയില്ല. എന്നുവെച്ചാൽ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് വന്ന വണ്ടിയാണ്. ബേസ് മോഡൽ വണ്ടിയാണ്. പവർ സ്റ്റിയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് പവർ സ്റ്റിയറിങ് ആഡ് ചെയ്യണം. ഫുള്ള് മെക്കാനിക്കൽ വർക്ക് വൈറ്റ് കളർ തന്നെയാണ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണ നോർമലായിട്ടൊരു ആസ്പ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ഇതിന് വണ്ടിക്ക് വരുന്ന പക്ക കളർ അടിച്ച് സെറ്റാക്കാനുണ്ട്. എഞ്ചിനും കാര്യങ്ങളെല്ലാം പക്ക ഓക്കെ തന്നെയാണ്. ഏകദേശം വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട് ഇതിനകത്ത്. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് റോഡ് പുഷ്, പിന്നെ ഡിസ്ക് റോട്ടറി, എഞ്ചിൻ ഓയിൽ, അങ്ങനെയുള്ള ഒരുപാട് വർക്കുകളുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികൾ നമുക്ക് പാർട്സ് ആണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല കേട്ടോ. ചില പാർട്സുകൾ മാത്രമേ കിട്ടാനായിട്ട് ഇത്തിരി ഡിലേ ഉള്ളൂ. ബാക്കി എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ്. എത്ര വണ്ടി വന്നാലും നമുക്ക് അതിനുള്ള പാർട്സ് ഇതിനകത്ത് കിട്ടും, അവൈലബിൾ ആണ്. ഈ വർക്ക്, ഇതിൻ്റെ വർക്ക് മെക്കാനിക്കൽ വർക്ക് പ്രോസസ്സിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഡിസ്ക് റോട്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബ്ലേഡ് മാതിരി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മാറ്റിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക് റോട്ടറൊക്കെ മാറ്റി ഹബ്ബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കണം അതിൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോളേജ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് വണ്ടി. കുറച്ച് ഓൾട്രേഷൻ വർക്കും പെയിൻറ്റിങ്ങിൻ്റെ വർക്കും സീറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ 5000 സർവീസിന്, ഓയിൽ സർവീസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇതിലിട്ടിരിക്കുന്നത് 15 സൈസ് അലോയ് വീലാണ്. കസ്റ്റമർക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ, നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഈ സൈഡ് ഒരയുന്ന സൗണ്ട് കണ്ടോ, ഒരഞ്ഞ പാടുണ്ട്, ഈ സൗണ്ട് വരുന്നുണ്ടാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് റോഡിൻ്റെ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന പിടിച്ചു നിർത്തുന്നതാണ് ഇത്. അതിൻ്റെ ബുഷ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് റോഡ് ബുഷ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മാറ്റാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഷ് പക്ക പോയതാണ്. ഇതല്ല, ഇതാണ് ഇതിലുണ്ടായിരുന്ന ബുഷ്. മൊത്തം തേഞ്ഞ് ഒന്നുമില്ല അല്ല, അതെ ആ ഒരു ബുഷ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇങ്ങനെയാണ് ബുഷ് വരിക. ഇത്രയും തിക്നെസ് ഉണ്ടാവും ബുഷ്.
അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രസ്സാവും. എന്നാലും നല്ല സ്ട്രോങ്ങിൽ നിൽക്കണം, എന്നാൽ തന്നെ ഈ പിടിച്ച് നിർത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ നമുക്ക് ഈ ടയർ മുട്ടാൻ സാധ്യത ഉണ്ട്. പിന്നുള്ളത് KL11 വണ്ടി വയനാട്ടിൽ നിന്നുള്ള വണ്ടിയാണിത്. വയനാട് വണ്ടിയാണ്. ഫുള്ള് വർക്ക്, മെക്കാനിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വീൽ ആർച്ച് സെറ്റിങ്ങും അതുപോലെ തന്നെ സീറ്റിൻ്റെ ചെറിയൊരു വർക്കുണ്ട്. പിന്നെ ഡോർ പാഡുകൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഒരു 20 ദിവസം സമയം തന്നു. പക്ഷേ മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങൾ, അതുപോലെ ആക്സസറീസ്, സ്പീക്കർ സിസ്റ്റം കയറ്റാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളുണ്ട്, അതൊന്ന് ചെയ്യാനുണ്ട്. പിന്നെ ബോഡി ചെറിയൊരു അലൈൻ ചെയ്യാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ വർക്കുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് വർക്കും ബെൻഡിങ് ആണ്, അതും ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ഡോർ പാഡ് ഇതിനകത്ത് മാറ്റണം. പിന്നെ റേഡിയേറ്ററിൻ്റെ ഫാന് കംപ്ലീറ്റും പൊട്ടിപ്പോയി, ഫാനിൻ്റെ ഷൗഡ് കംപ്ലീറ്റും പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് വേണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഷൗഡ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ഫാൻ ഇരിക്കുന്നത് ഈ ഭാഗത്താണ്, ഇത്രയും ഭാഗത്ത്. അപ്പോൾ എയർ വലിക്കുമ്പോൾ അത്രയും ഭാഗത്ത് എയർ മാത്രമേ പുറത്തേക്ക് വലിക്കുള്ളൂ. ഈ ഭാഗത്തൊന്നും റേഡിയേറ്റർ വരുന്ന ഈ ഭാഗത്തൊന്നും കറക്റ്റായിട്ട് കൂളിംഗ് കിട്ടില്ല. അപ്പോൾ ഈ ഷീൽഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിക്കുമ്പോൾ ഈ ഭാഗത്തും എല്ലാം കൂടിയിട്ട് എയർ പുറത്തേക്ക് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൂളിംഗ് കിട്ടും. അപ്പോൾ അത് മസ്റ്റാണ്. എന്തെങ്കിലും ക്രാക്കോ പൊട്ടലോ ഇല്ലാന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ ഫാനിൻ്റെ ലീഫോ കാര്യങ്ങൾ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് വണ്ടിയാണ്, ബേസ് മോഡൽ വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് കയറ്റാനുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയി. വന്നിരിക്കുന്നത് തിരുപ്പൂർ നിന്നാണ്. മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇതിൽ ഇനിയിപ്പോൾ ബെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് കിട്ടണം. പവർ സ്റ്റിയറിംഗ് കിട്ടിയിട്ടില്ല. ഫുള്ള് വർക്ക് ഉണ്ട് കേട്ടോ. കളറും മാറ്റാനുണ്ട്. പെയിൻറ്റിങ്, ഫുൾ ടിങ്കറിങ്, പെയിൻറ്റിങ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഗ്രീൻ വിത്ത് സിൽവറിലേക്കാണ് മാറ്റാനുള്ളത്. ഗോൾഡ് കളർ വണ്ടിയാണ്. മിക്ക ആൾക്കാരും എല്ലാവരും ഗ്രീനിലേക്കാണ് കൊണ്ടുവരുന്നത് വണ്ടി. ഗ്രീനാകുമ്പോൾ കുറച്ചുകൂടെ കാണാനും ലുക്കുണ്ട്. അപ്പോൾ ബമ്പർ സെറ്റിംഗ് എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ത് പവർ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് കിട്ടിയിട്ടില്ല. അത് ഇത്തിരി റെയറാണ് കിട്ടാനായിട്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ബാക്കിയുള്ള വർക്കുകൾ കൂടെ സ്റ്റാർട്ട് ചെയ്യും. മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞ ഒരു മിനിറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരുള്ള വണ്ടിയാണ്. കോളീസിൻ്റെ ഗുരുവായൂരുള്ള വണ്ടി കസ്റ്റമർ ഇപ്പോൾ എടുത്തതാണ്. സെക്കൻഡ്സ് എടുത്തിട്ട് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. പണികളുണ്ട് ഇതിനകത്ത്. ഫുൾ മെക്കാനിക്കൽ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡീകംപ്രഷൻ ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. നല്ലവണ്ണം ഓയിൽ കുറയുന്ന കംപ്ലയിൻറ്റ്. പക്ഷേ കസ്റ്റമർ പുതിയതായിട്ട് എടുത്തത് കൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ എൻജിൻ ഇറക്കിയിട്ടുണ്ട്. ഇറക്കി പിരിച്ച് ലേത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ് കിട്ടിയിട്ടില്ല. ഇനി ലേത്ത് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള വർക്കുകൾ കൂടെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ലോക്കൽ വണ്ടി തന്നെയാണ്. ഇവിടെ മുതലമട എന്ന് പറയുന്ന സ്ഥലത്തെ വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാംഗോ ഫാക്ടറി, മാങ്ങയുടെ തോട്ടമൊക്കെയുള്ള അവരുടെ വണ്ടിയാണിത്. അതിലും ഫുൾ മെക്കാനിക്കൽ വർക്ക്, പെയിൻറ്റിങ് ഗോൾഡ് തന്നെയാണ്. ഫുൾ പെയിൻറ്റിങ് ടെസ്റ്റ് വർക്കാണിത്. പിന്നെ അതുപോലെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡോമീറ്റർ കേബിൾ ലോക്കലിൽ മാറിയതിന് ശേഷം അതിൽ ഓയിൽ നേരെ ഉള്ളിലേക്ക് വരികയാണ്. മീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ കയറി കാലിൽ വിട്ടുകയാണ്. ആ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതെന്താണെന്ന് അയച്ചു നോക്കണം കംപ്ലയിൻറ്റ്. ആ കംപ്ലയിൻറ്റ് ഞാൻ അതൊരു റയർ കംപ്ലയിൻ്റാണ്. അതിൽ ഉള്ളിൽ വരുന്ന ടീത്തിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിയുമ്പോൾ ഈ ഇതിൽ കൂടെ അങ്ങനെ അങ്ങ് കയറിപ്പോവും. അതിൻ്റെ ടീത്ത് ഇരിക്കുന്നത് ഒരു എന്താ പറയുക, വാട്ടർ പമ്പിൻ്റെ ഒക്കെ ഒരു ഇതുമാതിരിയാണ്. നീളത്തിലുള്ള ടീത്ത് തന്നെയാണ്, എങ്കിലും കറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗിയർ ഓയിൽ മൊത്തം ഇത് കറങ്ങുമ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് വിടുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബ്രീത്തറോ ഒന്ന് നോക്കണം. ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് വരും. സ്പീഡോമീറ്റർ കേബിൾ നമുക്ക് ഒറിജിനൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള വർക്കുകളെല്ലാം ചെയ്യണം. മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളത് വീലിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ച് വർക്കുണ്ട്. ക്ലച്ചിൻ്റെ വർക്കും എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടിങ് മാറാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും ഇതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എറ്റിയോസ് നമ്മുടെ ലോക്കൽ വണ്ടി തന്നെയാണ്. ഇത് ജനറൽ സർവീസിന് വന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഷോക്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതും കൂടെ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബൂത്തായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടല്ലേ, ഇതാണിപ്പോൾ നമ്മൾ
പെയിൻറ്റിങ് ബൂത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത വണ്ടി നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള കയറ്റിയിരിക്കുന്നത്. 4-5 വണ്ടി അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അടുത്തതായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിരുന്നു. ഇത് ബ്ലോക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ഫുള്ളും ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ച ഡസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചടിക്കണം, എന്നുണ്ടെങ്കിൽ ഡസ്റ്റ് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൊത്തം നമ്മൾ ക്ലോസ്ഡ് ആക്കി. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനുകൾ സെറ്റ് ചെയ്തു. ഫുള്ളും ലൈറ്റ്, ഫോക്കസ് ലൈറ്റ്, അത്രത്തോളം ഫോക്കസ് ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ താഴെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ട്യൂബ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഡസ്റ്റിൻ്റെ യാതൊരുവിധ പ്രശ്നമില്ല. അതുപോലെ പണിയെടുക്കാനും അതുപോലെ നമുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഉള്ളൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട, നമ്മളിവിടെ ഒരു ഷെഡ് എടുത്തു വർക്ക്ഷോപ്പിലേക്ക്. എന്ന് വെച്ചാൽ പെയിൻറ്റിങ് വർക്കിന് വേണ്ടിയിട്ട് ഉണ്ടല്ലേ. പെയിൻറ്റ് വർക്കിനൊരു ഷെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റ് സ്റ്റോറേജിനൊരു റൂമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റിങ് ബൂത്തും കാര്യങ്ങളും സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒക്കെ ക്ലിയറായി. എന്താ വെച്ചാൽ പെയിൻറ്റ് നമുക്ക് ഡസ്റ്റ് ഇല്ലാതെ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡസ്റ്റ് എടുക്കാനായിട്ട് വല്ലാത്ത പ്രയാസമാണ്. കാര്യങ്ങൾ കട്ട് ചെയ്ത് 3 ക്ലിയർ എടുത്താൽ അതിന് കട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് പോളിഷ് അടിച്ചാൽ തന്നെ നമുക്ക് പക്കാ ക്ലിയർ ആവും. പിന്നെ ഇത് കോട്ടയത്തു നിന്ന് വന്ന വണ്ടിയാണ്, KL18. മേജർ വർക്കൊന്നുമില്ല, മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡുകൾ കംപ്ലീറ്റ് മാറ്റാനുണ്ടായിരുന്നു, അത് മാറ്റി. ഒലിയറുടെ മിറർ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് ഉണ്ട്. ഒരു നോർമൽ ഒരു സ്റ്റീരിയോ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് പിന്നെ ബാക്കിയുള്ളത് ലൈറ്റുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് സാധാ നോർമലാണ്, ഒറിജിനലല്ല. കസ്റ്റമർ പ്രത്യേകം പറയുകയാണ് ചെയ്ത് ഇപ്പോൾ വേണ്ട ഒറിജിനൽ ഇടുന്നത്. റേറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട്. എല്ലാം കൂടി ഒരു 27-28 രൂപയുടെ അടുത്തൊക്കെ വരും എല്ലാ ലൈറ്റും കൂടിയിട്ട്. അപ്പോൾ അത് അത്ര എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ആൾ നോർമൽ ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഇന്നോവ ഫുൾ പെയിൻറ്റിങ് ഉണ്ട്. അതുപോലെ തന്നെ എൻജിൻ നല്ല വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ വണ്ടി ഓടിക്കുമ്പോൾ ബ്രറെന്നൊരു സൗണ്ട് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറണം. അതുപോലെ എന്തെല്ലാം റെസ്റ്റഡ് പാർട്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് നമുക്ക് മാറ്റി പുതിയത് ഇടണം. റിപ്പയറിംഗ് അല്ല, പുതിയത് ഇടണം. എന്ത് മാറ്റാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ പാർട്സ് ഇട്ട് മാത്രം ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.